ഹലോ എല്ലാവർക്കും നിതുമധൂസ് വെല്ലട്ടൊരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കോംബോ ഓഫർ 800 രൂപയാണ് കേട്ടോ. 800 രൂപയ്ക്ക് 5 അടിപൊളി ട്യൂബേഴ്സ്, അതും നല്ല വെറൈറ്റീസ് കേട്ടോ. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നല്ല വെറൈറ്റീസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോംബോ ഓഫർ നമ്മൾ ഇന്ന് വൈകിട്ടത്തേക്ക് തന്നെ പാക്ക് ചെയ്യും, നാളെ രാവിലത്തേക്ക് അയക്കോട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് GPay ആണ്. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അയക്കുന്നതിന് മുമ്പ് ട്യൂബേഴ്സ് എല്ലാവരെയും കാണിക്കും, അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്നത്. ഇത്രയ്ക്കുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. കോംബോ ഓഫർ ലവേഴ്സാണ് എല്ലാവരും. ഇപ്പോൾ എല്ലാവരും കോംബോ ഓഫർ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അടിപൊളി വെറൈറ്റീസ് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരിക. വേഗം ഓർഡർ തരുന്നവർക്കായിരിക്കും പ്ലാൻസ് കിട്ടുന്നത്. അധികം സ്റ്റോക്കില്ല, ഒരു 10 പേർക്കോളം കൊടുക്കാനുള്ളൂ. അപ്പോൾ അതിനുശേഷം സിംഗിളായിട്ടുള്ള പ്ലാൻസിൻ്റെ കോംബോ അല്ലാതെയുള്ള ട്യൂബേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ കോംബോയിൽ ഏറ്റവും സ്പെഷ്യൽ ആളെ തന്നെ ആദ്യം പരിചയപ്പെടാം കേട്ടോ. അങ്ങനെ എവിടെയും കിട്ടാത്തൊരു വെറൈറ്റിയാണിത്. ആളുടെ പേര് ഗ്രീൻ ആപ്പിൾ എന്നാണ്. ഗ്രീൻ ആപ്പിൾ അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. വല്ലപ്പോഴും നമുക്കും വർഷത്തിൽ ഒരിക്കലാണ് ഗ്രീൻ ആപ്പിൾ കിട്ടാറ്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോംബോ ആയിട്ട് ഗ്രീൻ ആപ്പിൾ തന്നെ ഫസ്റ്റ് കാണിക്കാം. ഈ ഒരു കോംബോയിൽ ഗ്രീൻ ആപ്പിളിനെ നമുക്ക് ഫസ്റ്റ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ നമ്മൾ തരുന്നത് ഈ ഒരു വലിപ്പമുള്ള തിക്ക് റണ്ണേഴ്സ് ആയിരിക്കും കേട്ടോ. തിക്ക് റണ്ണേഴ്സേ ഗ്രീൻ ആപ്പിളിന് കിട്ടത്തുള്ളൂ. ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ നല്ല വണ്ണമുള്ള തമോൻ്റെ പോലത്തെ ട്യൂബേഴ്സും നമുക്ക് കിട്ടത്തില്ല. ബഡ് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്യൂബർ കണ്ടോ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ സെപ്പറേറ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബേഴ്സും ഉണ്ട്. നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്ന വലിപ്പം ഇതാണ് കേട്ടോ. ഏകദേശം ഈ വലിപ്പമുള്ളതായിരിക്കും ഈ കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ. നല്ല ഡിമാൻഡ് ഉണ്ട് ഗ്രീൻ ആപ്പിളിന്. ഇപ്പോൾ കിട്ടാനേ ഇല്ലല്ലോ ഗ്രീൻ ആപ്പിൾ. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ ആയതുകൊണ്ടാണ് ഈ റേറ്റ് നമ്മൾ കുറവിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നല്ല വൈറ്റാണ്. ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പാണ് ഇതിന് വരുന്നത്. ബുച്ചയുടെയൊക്കെ പോലത്തെ ഒരു പ്രത്യേക ഷേപ്പാണ് ഗ്രീൻ ആപ്പിളിന് വരുന്നത്. അതേപോലെ തന്നെ ഗ്രീൻ ആപ്പിളിന് നടുക്കായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ഗ്രീൻ ആപ്പിൾ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഡോർമൻസി ടൈമിൽ, അതായത് തണുപ്പ് സമയത്ത് താമരകളിൽ പൂക്കൾ കുറയും. ഈ ഒരു ടൈമിലും നടുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ കേട്ടോ. അപ്പോൾ നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നിങ്ങളൊരു ലോട്ടസ് ലവർ ആണെങ്കിൽ നിങ്ങളുടെ കളക്ഷനിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു വെറൈറ്റിയാണ്. ഒത്തിരി പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട്, പക്ഷേ ഗ്രീൻ ആപ്പിളിനൊന്നും വെല്ലാൻ ഒരു വെറൈറ്റിയും ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ അതിൻ്റെയൊക്കെ ബാക്കി വരുന്ന വെറൈറ്റിയുടെയൊക്കെ തട്ടുകൾ താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഗ്രീൻ ആപ്പിൾ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അത്രയ്ക്ക് നല്ല വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിളിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം എനിക്ക് ലോട്ടസ് വേണം എന്ന് തോന്നിച്ച ഒരു ഗ്രീൻ ആപ്പിളാണ്, വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. ആ വെറൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്. എൻ്റെ ഒരു കസ്റ്റമർ ശ്രീജിത്തിൻ്റെ വീഡിയോ ആണിത്. ശ്രീജിത്ത് ഇങ്ങനെ ലോട്ടസിൻ്റെ വീഡിയോസ് കാണിച്ചിട്ട് എന്നെ ഇങ്ങനെ കൊതിപ്പിക്കുമായിരുന്നു. അപ്പോഴാണ് കേട്ടോ എനിക്ക് ലോട്ടസ് വേണമെന്ന് തോന്നിയത്. ഞാൻ നട്ട് കഴിഞ്ഞിട്ടും ശ്രീജിത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമൊക്കെ ചോദിച്ചത്, ഞാൻ നട്ടത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചത്. അന്ന് ഞാൻ മണ്ണൊന്നും എനിക്ക് എത്ര ഇടണം എന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ ശ്രീജിത്തിൻ്റെ അടുത്തും പിന്നെ ഒരു വിമല എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അടുത്തുമാണ് ഞാൻ ചോദിച്ചത്. അവരാണ് കേട്ടോ എനിക്ക് രണ്ടുപേരുമാണ് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിൽ വീഡിയോസ് ശ്രീജിത്തിൻ്റെ തന്നെ, അതൊരു രക്ഷയില്ല. ശ്രീജിത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ലോട്ടസ് വളർത്തണം, ഈ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്ന വീഡിയോ ശ്രീജിത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. നമ്മുടെ ഈ ഒരു കോംബോയിൽ സെക്കൻഡ് വെറൈറ്റിയാണിത്. ഇത് അൾട്ടിമേറ്റ് 1000 പെറ്റൽ, അതായത് സഹസ്രദളം കേട്ടോ. 1000 ഇതിലുള്ള താമര. നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ താമര കളക്ഷനിൽ അത് വേണമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, പൂക്കണം എന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റായിട്ടൊക്കെ ഓക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും പൂക്കുന്നുണ്ട്. മിക്ക കസ്റ്റമേഴ്സിനൊക്കെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിതുവരെ വെച്ചിട്ടില്ല. വെക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അങ്ങ് കൊടുക്കും കേട്ടോ. സ്റ്റോക്ക് ചെയ്ത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഇത്. അതുകൊണ്ട് എനിക്കറിയില്ല. നല്ലോണം പൂക്കുന്നൊരു വെറൈറ്റി അല്ല. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സീസണിൽ കുറച്ച് പൂക്കൾ നമുക്ക് തരും. പക്ഷേ ഇതൊരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. നമുക്ക് എപ്പോഴും ആൾക്കാർ ചോദിച്ചു വരും 1000 ഇതിലുള്ള താമര ഉണ്ടോയെന്ന്. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ് നമ്മുടെ വീടിന്. അങ്ങനെയൊക്കെ ഒരു വിശ്വാസങ്ങൾ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ.
അങ്ങനെയൊക്കെ പറയുന്നു. എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് അൾട്ടിമേറ്റ് 1000 പെറ്റലാണ്. അതിൻ്റെ ഞാൻ എപ്പോഴും കോംബോ ഓഫർ ഇടുമ്പോൾ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ വലുതാണ് ഒന്ന് തരുന്നതെങ്കിൽ ഗ്രീൻ ആപ്പിൾ കുറച്ച് ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി കുറച്ച് ചെറുതായിരിക്കും. അങ്ങനെ എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സിലും ഈക്വലായിട്ടായിരിക്കും കേട്ടോ തരുന്നത്. ഇനി അടുത്ത വെറൈറ്റി വന്നിട്ട് യെല്ലോ പിയോണിയുടെ ഈ ഒരു കോമ്പോയിൽ മൂന്നാമത്തെ വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള ട്യൂബറായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഏകദേശം സെയിം ആയിട്ടുള്ള ഈ ഒരു വലിപ്പം തന്നെ വെച്ചിട്ടുള്ളതായിരിക്കും നമ്മളെല്ലാവർക്കും തരുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതേ വലിപ്പമൊക്കെ ഉള്ളതായിരിക്കും എല്ലാവർക്കും തരുന്നത്. അപ്പോൾ യെല്ലോ പിയോണി ഒരു മഞ്ഞ താമര, നല്ല ഡാർക്ക് മഞ്ഞയല്ല കേട്ടോ, ഒരു ലൈറ്റ് ഷെയ്ഡ് മഞ്ഞയാണ്. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്, നിറയെ പൂക്കളുണ്ടാവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ പിയോണി. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം. ഒത്തിരി പൂക്കൾ എപ്പോഴും വീട്ടുമുറ്റത്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റികളാണ് ഗ്രീൻ ആപ്പിൾ, യെല്ലോ പിയോണിയൊക്കെ. അതുപോലെ 1000 പെറ്റലും ഇപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ എല്ലായിടത്തുമൊക്കെ. അപ്പോൾ അതും 3 വെറൈറ്റികളായി. ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം. അടുത്ത വെറൈറ്റി വന്നിട്ട് 4ാമത്തെ വെറൈറ്റി അമേരിക്കമേലിയ. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അമേരിക്കമേലിയയെക്കുറിച്ച്? കാരണം ലോട്ടസ് കളക്ഷനിൽ ഭയങ്കര കാറ്റാണ് തോന്നുന്നു. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നു എന്നെനിക്കറിയത്തില്ല. നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അമേരിക്കമേലിയയുടെ. ഈ വലിപ്പമുള്ള ട്യൂബറായിരിക്കും. അപ്പോൾ ഈ ഒരു 4ാമത്തെ വെറൈറ്റിയായിട്ട് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കമേലിയയാണ്. ഇതിന് ബ്ലൂമിങ് മെഷീൻ എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും. നമുക്ക് 9 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ബഡ് വന്നിട്ടുണ്ട്. നിറയെ പൂക്കളുണ്ടാവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അമേരിക്കമേലിയ. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ഇത് വാങ്ങിക്കാം. ഈ ഒരു കോമ്പോയിലുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അത് നമ്മൾ ഈ ഒരു കോംബോ പാക്കിംഗ് ഒക്കെ നാളത്തേക്ക്, ഇന്ന് വൈകിട്ടത്തേക്ക് പാക്കിംഗ് കഴിയും കേട്ടോ. അതിനുശേഷം നാളെ രാവിലത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഐറ്റംസ് പറഞ്ഞുതരാം. യെല്ലോ പിയോണിയൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ, 100 രൂപ മുതലുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കോംബോ ഓഫർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് 4ാമത്തെ വെറൈറ്റി അമേരിക്കമേലിയ കേട്ടോ. ഇനി ഇതാണ് 5ാമത്തെ വെറൈറ്റി റെഡ് പിയോണിയാണ് കേട്ടോ. റെഡ് പിയോണിയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ്. അത് ഈ ഒരു വലിപ്പം തന്നെ എല്ലാത്തിനും ഉണ്ടാവില്ല കേട്ടോ, ചിലത് ചെറുതാണ്. ഇതുണ്ടോ, ഇതുപോലത്തേക്ക് ആയിരിക്കും. പിന്നെ ഈ ഒരു വലിപ്പമൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ നമ്മൾ വെക്കും കേട്ടോ. ഈ ഒരു വലിപ്പമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം, ഇതിലും ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ റെഡ് പിയോണി അത്ര വലുതായിരിക്കില്ല തരുന്ന ട്യൂബർ, ഏകദേശം ഈ ഒരു വലിപ്പമായിരിക്കും. ഇത് കണ്ടോ എന്തൊരു കാറ്റാണ്, എനിക്ക് പറയാൻ പോലും പറ്റില്ല, അത്ര വലിയ കാറ്റാണ്. ഫ്രിഡ്ജ് ബോക്സിൽ വിരിഞ്ഞു കേട്ടോ, കാവേരിയാണ് വിരിഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, അത്ര കാറ്റാണ്. ഇവിടെ പാടമായതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ. താരക്ക് ഇങ്ങനെ ഒടുങ്ങി വീഴാനായിട്ട് നിൽക്കുകയാണ്. ഹൈര്യം. അപ്പം നമ്മൾ നമ്മുടെ കോംബോ ഓഫറിൻ്റെ കാര്യം പറഞ്ഞു. കോംബോ ഓഫറിൽ ഫസ്റ്റ് ഗ്രീൻ ആപ്പിൾ 5 വെറൈറ്റീസാണ്. 800 രൂപയാണ് CC ഉൾപ്പെടെ 800 രൂപയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഗ്രീൻ ആപ്പിൾ, 1000 പെറ്റൽ, യെല്ലോ പിയോണി, അമേരിക്കമേലിയ, റെഡ് പിയോണി, ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് തന്നെ പാക്ക് ചെയ്യും, നാളെ രാവിലത്തേക്ക് തന്നെ ഇതെല്ലാം കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ഒരു 10 പേർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകട്ടോ. കോംബോ ഓഫറിന് നല്ല ഡിമാൻഡാണ് കേട്ടോ. കോംബോ ഓഫർ ഇടുമ്പോൾ തന്നെ ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. കാരണം അത് CC ഉൾപ്പെടെ നിങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങിയാലും ഈ ഒരു റേറ്റ് ഇത്രയും ലോട്ടസുകൾ കിട്ടില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്, ഒത്തിരി പേര് നമ്മളെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട്. എനിക്കിതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് പാക്കിങ് അങ്ങോട്ട് വേഗം ഈസി ആക്കാം, അതുപോലെ തന്നെ നമുക്ക് തരുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഞാൻ നമുക്ക് സെല്ലേഴ്സിന് പൈസ കൊടുത്ത് അത് അങ്ങോട്ട് ബിസിനസ് അങ്ങോട്ട് ഡീൽ ചെയ്ത് തീർക്കോട്ടോ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. വീഡിയോ ഇടും, അപ്പോൾ തന്നെ അവർക്ക് ആ സെല്ലേഴ്സിന് നമുക്ക് ലോട്ടസ് ട്യൂബേഴ്സ് സ്ഥിരമായിട്ട് അയച്ചു തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ആ പൈസ അങ്ങ് കൊടുക്കോട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കോംബോ ഓഫറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.